ഓഫാക്കണോ? എങ്ങോട്ടാ ധൃതിയില്? പഴയ കള്ളന്മാര് തന്നെയാണല്ലോ. എന്താടാ പരമേശ്വരം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ? അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ? പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട്. അതൊക്കെ പണ്ടല്ലേടാ. കുറച്ച് സാധനം വണ്ടിയിലുണ്ട്, ഒന്ന് പൊക്കി തന്ന് കാശ് വീട്ടിലെത്തിച്ചേക്കാണ്. ഞാൻ പറയാതെ ഒറ്റ വണ്ടി കടത്തി വിടരുത്. എന്താ സാർ പ്രശ്നം? എന്താ നിനക്ക് അറിഞ്ഞൂടാ? വെറുതെ എന്റെ സമയം എടുക്കുന്നത് സാർ, എനിക്ക് വീട്ടിൽ തീർന്നു. എടുത്ത് വണ്ടി തൊടുവരെ. എന്തിന് പബ്ലിക്കായിട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്നത്? നിന്ന് കുറയ്ക്കുന്നതാ പല. എന്തായടോ സാറേ, ഇത് വെറും വെള്ള. ഒന്നുകൂടെ മണത്ത് നോക്കണോ? എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാണ്. പച്ചവെള്ളം വിട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ചു പൊക്കോട്ടെ സാറേ. അല്ല സാറേ, കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ? അല്ല, നമ്മളോട് കുറച്ചാളില്ലാത്തോണ്ട് നിയമം അറിയുന്നത് അറിഞ്ഞില്ല. പോരാത്തിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. നിന്ന് ചിലക്കാതെ വണ്ടി എടുത്തോണ്ട് പോടാ. അല്ല സാറേ, സാർ എന്നെ പണ്ട് ഒരുപാട് സാറേ വിളിച്ചിട്ടുള്ള, എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള. ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല സാറേ. സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലെ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. എന്താ സാറേ? വീട്ടിൽ സാറേ. സാറേ ഹായ്. അടി സാക്കേ വർക്കിച്ചായോ? എന്നാടോ ഒരു സ്നേഹമില്ലാണ്ട്? വർക്കിച്ചായോ, ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? വർക്കിച്ചായോ, എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താൻ ആണാണെങ്കിൽ തടയടോ.